ഇദ്ദേഹത്തെ അറിയുമോ? ഷെറിൻസ് വ്ലോഗ്. പണ്ട് കോവിഡ് സമയത്ത് കൊച്ചി പനമ്പള്ളി നഗറിലെ ഓരോ ഗലികളിലും ഒരു സൈക്കിളും എടുത്തു ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരുടെ വീടുകളും പല സിനിമാ ലൊക്കേഷൻസും നമുക്ക് കാണിച്ചു തന്നിരുന്ന ഒരു ചെറിയ വ്ലോഗർ. എന്നാൽ ആള് പിന്നീട് പടർന്ന് പന്തലിച്ചു. ഇന്ന് പാകിസ്ഥാനിൽ പോയി ട്രാവൽ വ്ലോഗ് ചെയ്ത ആദ്യത്തെ മലയാളം ട്രാവൽ വ്ലോഗർ കൂടിയാണ് പുള്ളി. അപ്പൊ ഇതിവിടെ പറയാൻ കാരണം ഇതേപോലെ ഒരു ക്രോസ് കൺട്രി പ്രണയ സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. ശരിക്കും ഒരു പ്രണയ സിനിമ എന്ന നിലക്ക് നിങ്ങൾക്ക് ഈ സിനിമ സജസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം സ്വന്തം സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നോക്കാതെ തന്നിഷ്ടപ്രകാരം പ്രണയത്തിലേക്ക് വഴുതി വീഴുന്ന രണ്ട് കമിതാക്കളുടെ കഥയാണിത്. പക്ഷേ ഞാൻ ഈ ചാനലിൽ പ്രണയ സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ അതുവഴി പ്രണയത്തെ പറ്റിയോ സംസാരിച്ചപ്പോൾ എനിക്കതിന് കിട്ടിയ മറുപടി കമന്റുകളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രണയത്തിന്റെ കേസ് വരുമ്പോൾ ആളുകൾ ഇപ്പോഴും പല പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ്. അതായത് കാര്യം പ്രണയത്തിന് വേണ്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് റൂട്ടിൽ തന്നെ സഞ്ചരിക്കണമെന്നില്ല, വളഞ്ഞും പോവാം, അതും ആക്സെപ്റ്റബിൾ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായും കണ്ടു നോക്കാം. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇതിലെ 3-4 പാട്ടുകളാണ്. കേൾക്കാൻ അത്രയ്ക്ക് ഇമ്പമുള്ള പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. സോ പ്രണയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എന്നാൽ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.